إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കൽ നമുക്ക് നിർബന്ധമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് റസൂലുമാരെ നിയോഗിച്ചത് അവർ അനുസരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്ന് സൂറത്തുൻ നിസാഇൻ്റെ 64-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തുകൊണ്ടും അനുസരിക്കപ്പെടേണ്ടവർ തന്നെയാണ്. വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളിലൂടെ അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണമെന്ന വിഷയമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ അത്തീഉല്ലാഹ വ അത്തീഉർ റസൂൽ, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവേയും അവൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കുക എന്ന് സൂറത്തുൻ നിസാഇൻ്റെ 59-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. വഅതീഉല്ലാഹ വർ റസൂൽ എന്ന പ്രയോഗവും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. നിങ്ങൾ അള്ളാഹുവേയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹു, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ദൂതർ എന്ത് കൊണ്ടുവന്നോ നിങ്ങളത് സ്വീകരിക്കുക,
അവിടുന്ന് എന്ത് നിങ്ങളോട് വിലക്കിയോ അത് നിങ്ങൾ വർജിക്കുക എന്ന് സൂറത്തുൽ ഹഷറിൻ്റെ 7-ാമത്തെ ആയത്തിലൂടെയും അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നുണ്ട്. ഒരാൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്നു എന്നാണ്. മൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്, ആരെങ്കിലും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ അവൻ അള്ളാഹുവെയാണ് അനുസരിച്ചിരിക്കുന്നത്. സൂറത്തു നിസാഇൻ്റെ 80-ാമത്തെ ആയത്താണ്. കാരണം അള്ളാഹു ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പറയുന്നു നിങ്ങൾ എൻ്റെ ദൂതരെ അനുസരിക്കൂ എന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റുക എന്നുള്ളത്. ആരെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കുന്നുവെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ ധിക്കരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെയാണ്. ഒരാൾ യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ, അള്ളാഹുവിലും പരലോകത്തിലുമൊക്കെ വിശ്വസിക്കുന്ന യഥാർത്ഥ ഈമാനിൻ്റെ വക്താവാണെങ്കിൽ അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കും. അള്ളാഹു പറയുന്നു വഅതീഉല്ലാഹ വറസൂലഹു ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ അള്ളാഹുവേയും അവൻ്റെ ദൂതരെയും അനുസരിക്കുക നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. സൂറത്തുൽ അൻഫാലിലെ ആദ്യത്തെ ആയത്താണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ഖുതുബയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ചാലുള്ള അപകടങ്ങളെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചാലുള്ള നേട്ടങ്ങളെ സംബന്ധിച്ചും നിങ്ങളെ ഉണർത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ ധിക്കരിച്ചാൽ അവൻ്റെ ധൈര്യം ക്ഷയിക്കാനും വീര്യം ചോർന്നു പോവാനും ശത്രുക്കൾക്ക് മുമ്പിൽ പരാജയപ്പെടാനും ഒക്കെ കാരണമായി തീരുമെന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ നമ്മെ അറിയിക്കുന്നുണ്ട്. സൂറത്തുൽ അൻഫാലിലെ 46-ാമത്തെ ആയത്തിൽ കാണാം വഅതീഉല്ലാഹ വറസൂലഹു വലാ തനാസഉ ഫതഫ്ശലു വതദ്ഹബ റീഹുക്കും, നിങ്ങൾ അല്ലാഹുവേയും അവൻ്റെ ദൂതരെയും അനുസരിക്കുക, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്, എങ്കിൽ നിങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു പോവുകയും നിങ്ങളുടെ വീര്യം നശിച്ചു പോവുകയും ചെയ്യുന്നതാകുന്നു. ധിക്കാരികളായ ആളുകൾ ശത്രുക്കൾക്ക് മുമ്പിൽ പരാജയപ്പെടും. എന്നാൽ ഏത് പ്രതിസന്ധിയിലും ധൈര്യസമേതം ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ സുന്നത്ത് പിൻപറ്റുന്ന ആളുകളായിട്ട് മാറണമെന്നുള്ളതാണ്. പരലോകത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ദുനിയാവിൽ വെച്ച് തന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കുന്നവർ ശിക്ഷ പ്രതീക്ഷിക്കേണ്ടതാണ്. അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ ഈ നിഷേധികൾക്ക് അള്ളാന്റെ അദാബ് ഇറങ്ങാൻ അത് കാരണമായി തീരും. അല്ലാഹു തആല പറയുന്നു ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി, ആരെങ്കിലും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്കെതിരെ നിൽക്കുകയാണെങ്കിൽ അവർ പ്രതീക്ഷിക്കട്ടെ, അവർ ജാഗ്രത പുലർത്തട്ടെ. അൻ തുസീബഹും ഫിത്ന, അവർക്ക് ഫിത്ന ഭയപ്പെടട്ടെ, അവർക്ക് അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങുന്നത് അവർ പേടിക്കട്ടെ. ഔ യുസീബഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അവരെ ബാധിക്കുന്നത് അവർ ഭയപ്പെടട്ടെ എന്നാണ്. ചില പണ്ഡിതന്മാർ, ചില മുഫസ്സിറുകൾ ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കുന്ന ആളുകൾ ശിർക്കിനെ ഭയപ്പെടട്ടെ എന്നാണ്. സുന്നത്തിനെ നിഷേധിക്കുന്ന ആളുകൾ, ഹദീസുകളെ പുറങ്കാല് കൊണ്ട് തട്ടിമാറ്റുന്ന ആളുകൾ, അവർ ശിർക്കിൽ വരെ എത്തിപ്പെടാൻ ഈ നിഷേധം കാരണമായി തീരുമെന്ന് മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചതായി കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമുക്കറിയാം, മൂസാ നബി അലൈഹിസ്സലാമിനെ ധിക്കരിച്ച ആളാണ് ഫിർഔൻ. ഞാൻ അത്യുന്നതനായ റബ്ബാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ച ഫിർഔൻ തൗറാത്ത് എന്ന ഗ്രന്ഥത്തിനെയല്ല നിഷേധിച്ചത്, മറിച്ച് അള്ളാഹുവിൻ്റെ റസൂലായ മൂസ അലൈഹിസ്സലാമിനെയാണ് ഫിർഔൻ ധിക്കരിച്ചത്. അല്ലാഹു തആല പറയുന്നു ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമാ അർസൽനാ ഇലാ ഫിർഔന റസൂലാ, നിങ്ങളിലേക്ക് ഇതാ റസൂലിനെ ഞാൻ നിയോഗിച്ചിട്ടുണ്ട്, മുമ്പ് ഫിർഔൻ്റെ അടുക്കലേക്ക് ഒരു ദൂതനെ പറഞ്ഞയച്ചതുപോലെ, ആ ഫിർഔനിനെ നിയോഗിച്ചതുപോലെ. എന്നാൽ ഫഅസാ ഫിർഔനുർ റസൂല ഫഅഖദ്നാഹു അഖ്ദൻ വബീലാ, മൂസ റസൂലുള്ളാഹി അലൈഹിസ്സലാമിനെ ഫിർഔൻ ധിക്കരിച്ചപ്പോൾ
ഫിർഔന അല്ലാഹു പിടികൂടി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കുന്നവരെ പിന്നെ അള്ളാഹ് എങ്ങനെ പിടികൂടാതിരിക്കും? അബൂലഹബിന്റെ ഉദാഹരണമാണ്. പല രാജാക്കന്മാരും അതിന്റെ ഉദാഹരണമാണ്. അബൂജഹൽ അതിന്റെ ഉദാഹരണമാണ്. ഈ ദുനിയാവിൽ തന്നെ അള്ളാഹിന്റെ അദാബ് ഇറങ്ങാവുന്ന വലിയ കുറ്റമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ. നമ്മുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോവാൻ ഈ ധിക്കാരം കാരണമായി തീരും. അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ വലാ തുബ്തിലു അഅമാലക്കും. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവേയും റസൂലിനെയും അനുസരിക്കുക, നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ ബാത്തിലാക്കി കളയരുത്. സൂറത്തു മുഹമ്മദിലെ 33-ാമത്തെ ആയത്താണ്. അള്ളാഹ്ക്ക് വെറുപ്പാണ് നബിയെ ധിക്കരിക്കുന്നവരെ. അള്ളാഹു പറയുന്നു, ഖുൽ അത്തിഉല്ലാഹ വ റസൂൽ, ഖുൽ അത്തിഉല്ലാഹ വ റസൂൽ, പറയുക, നിങ്ങൾ അള്ളാഹുവേയും ദൂതരെയും അനുസരിക്കുക. ഫഇൻ തവല്ലൗ, ഇനി അവർ പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം, ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, നിഷേധികളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. റസൂലിനെ ധിക്കരിക്കുന്ന നിഷേധികളായ ആളുകളെ അള്ളാഹ്ക്ക് വെറുപ്പാണ്, അള്ളാഹ്ക്ക് അവരെ ഇഷ്ടമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലി ഇമ്രാനിന്റെ 32-ാമത്തെ ആയത്തിലൂടെ നമ്മെ അറിയിക്കുന്നു. ഹദീസുകളെ നിഷേധിക്കുന്ന ആളുകൾ, സുന്നത്തിനെ പരിഹസിക്കുന്ന ആളുകൾ, അവർ ക്രമേണ ഏറ്റവും പിഴച്ച ആദർശത്തിന്റെ വക്താക്കളായിട്ട് മാറും. യാതൊരു സംശയവുമില്ല. ഖുർആൻ മാത്രം മതി, സുന്നത്ത് വേണ്ട എന്ന് പറഞ്ഞ പല ആളുകളും പിന്നീട് നിസ്കാരത്തിന്റെ എണ്ണം കുറയുന്നു, നിസ്കാരം 3 വക്തായി ചുരുങ്ങുന്നു, പിന്നെ നമസ്കാരം തന്നെ വേണ്ടതില്ലെന്ന് പറയുന്നു, എല്ലാ മതങ്ങളും സത്യമാണ് എന്ന് പറയുന്നു. അങ്ങനെ വഴുവിയവിൻ്റെ അധമഭാവ തലങ്ങളിലേക്ക് അവർ എത്തപ്പെടുന്നു. അള്ളാഹു പറഞ്ഞ കാര്യമാണത്. എന്ത്? റസൂലിനെ ധിക്കരിച്ചാൽ വ്യക്തമായ വഴികേടിലാവും. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിറത്തു മിൻ അംരിഹിം. അള്ളാഹുവും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ പുരുഷനാകട്ടെ സ്ത്രീക്കാകട്ടെ തങ്ങളുടെ സ്വന്തം കാര്യത്തിൽ പോലും സ്വന്തമായൊരു അഭിപ്രായം പറയാൻ പാടില്ല. മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും, നിങ്ങളാരാ ചോദിക്കാൻ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഒരു വിശ്വാസിക്ക് തോന്നിയ പോലെ ജീവിക്കാൻ കഴിയില്ല, സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ കഴിയില്ല, പാടില്ല. അല്ലാഹ് പറഞ്ഞതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ജീവിക്കാൻ പാടുള്ളൂ. അല്ലാഹ് പറയാ, വമൻ യഅസില്ലാഹ വറസൂലഹു, ആരെങ്കിലും അല്ലാഹുവേയും റസൂലിനെയും ധിക്കരിക്കുന്ന പക്ഷം ഫഖദ് ضل ضلالا മുബീനാ, അവൻ വ്യക്തമായ വഴിപിഴവിലായിരിക്കുമെന്നാണ്. സൂറത്തുൽ അഹ്സാബിന്റെ 36-ാമത്തെ ആയത്താണ്. ഈമാൻ ശരിയാവണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വിധികൾ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കണം. റസൂൽ അങ്ങനെയൊക്കെ പറയും, ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയാൻ പാടില്ല. അതൊന്നും ഇന്നത്തെ കാലത്ത് പറയാൻ കഴിയുന്ന വിഷയങ്ങളല്ല എന്ന് പറയരുത്. പ്രായോഗികമായ ദർശനങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സുന്നത്തിനെ ധിക്കരിക്കാൻ നമുക്ക് പാടില്ല. അല്ലാഹു തആല പറയുന്നു, നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂൻ, അവർ ഒരിക്കലും വിശ്വാസികളാവുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള തർക്കമുള്ള വിഷയത്തിൽ താങ്കൾ അവർ കർത്താവാക്കുന്നത് വരെ. സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജ, എന്നിട്ട് ആ ഒരു വിധിയിൽ മനസ്സിൽ യാതൊരു പ്രയാസവും തോന്നാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ വരെ അവർ യഥാർത്ഥ മുഅ്മിനീങ്ങളാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അത് കൃത്യമായി സമ്മതിക്കുന്നത് വരെ അവർ വിശ്വാസികളാവില്ലെന്ന് പറയുന്നു. സൂറത്തു നിസാഇന്റെ 65-ാമത്തെ ആയത്ത്. സുന്നത്തിനെ അവഗണിച്ചാൽ, അല്ലാഹുവേയും റസൂലിനെയും ധിക്കരിച്ചാൽ ഹൃദയത്തിന് പ്രത്യേകമായൊരു മറയിടപ്പെടും. പിന്നീട് നന്മകളൊന്നും അങ്ങോട്ട് കയറൂല. ആ ഹൃദയത്തിലുള്ള തിന്മകളൊന്നും പുറത്തേക്ക് വരികയുമില്ല. എത്ര സത്യം പറഞ്ഞു കൊടുത്താലും എത്ര തെളിവുകൾ കൺമുമ്പിൽ കാണിച്ചു കൊടുത്താലും അവർക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല.
അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇസ്തജീബൂ ലില്ലാഹി വലിർ-റസൂൽ, നിങ്ങൾ അള്ളാഹുവിനും അവൻ്റെ ദൂതർക്കും ഉത്തരം നൽകണം. ഇദാ ദആകും ലിമാ യുഹീകും, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒരു സന്ദേശത്തിലേക്ക് അള്ളാഹു റസൂലും നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം നൽകണം. ഇല്ലെങ്കിൽ നിങ്ങൾ അറിയണം, വഅലമൂ അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി, അല്ലാഹു തആല ഒരാൾക്കും അയാളുടെ ഹൃദയത്തിനുമിടയിൽ മറയിടുന്നതാകുന്നു എന്നാണ്. ഹൃദയം മറയിടപ്പെടാൻ കാരണമാകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സൂറത്തുൽ അൻഫാലിലെ 24-ാമത്തെ ആയത്താണ്. പരലോകത്തെത്തിയാൽ അവർ തീർച്ചയായും ഖേദിക്കേണ്ടി വരും. യൗമ യഅദ്ദുല്ലാലിമു അലാ യദൈഹി, കാഫിർ ളാലിം അവൻ പരലോകത്ത് വെച്ച് തൻ്റെ കൈകടിക്കും. യഖൂലു, അവൻ പറയും, യാ ലൈതനി ഇത്തഖത്തു മഅർ റസൂലി സബീലാ, എൻ്റെ നാശമേ, റസൂലിൻ്റെ കൂടെ ഒരു വഴി ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് കാഫിർ പരലോകത്ത് വെച്ച് പറയുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൻ്റെ 27-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നു. നരകത്തിലായിരിക്കും നബിയെ ധിക്കരിക്കുന്ന ആളുകൾ. അള്ളാഹു കൃത്യമായി പറഞ്ഞ വിഷയമാണ്. وَمَنْ يُشَاقِقِ الرَّسُولَ مِنْ بَعْدِ مَا تَبَيَّنَ لَهُ الْهُدَى وَيَتَّبِعْ غَيْرَ سَبِيلِ الْمُؤْمِنِينَ نُوَلِّهِ مَا تَوَلَّى وَنُصْلِهِ جَهَنَّمَ وَسَاءَتْ مَصِيرًا. സന്മാർഗം വ്യക്തമായതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കുകയും വിശ്വാസികളുടെ വഴിയല്ലാത്തൊരു വഴി സ്വീകരിക്കുകയും ചെയ്താൽ അവരെ നാം തിരിഞ്ഞേടത്തേക്ക് തന്നെ തിരിച്ചു കളയും, അവനെ നാം നരകത്തിലിട്ട് കരിക്കും. അതെത്ര മോശമായ സങ്കേതമാകുന്നു. സൂറത്തു നിസാഇന്റെ 115-ാമത്തെ ആയത്താണ്. വമൻ യഅസില്ലാഹ വറസൂലഹു ഫഇന്ന ലഹു നാര ജഹന്നം ഖാലിദീന ഫീഹാ അബദാ. ആരെങ്കിലും അല്ലാഹുവേയും റസൂലിനെയും ധിക്കരിക്കുന്നുവെങ്കിൽ അവനുള്ള സങ്കേതമാകുന്നു നരകം, അവനതിൽ നിത്യവാസിയായിരിക്കും. സൂറത്തുൽ ജിന്നിന്റെ 23-ാമത്തെ ആയത്താണ്. ആ നരകത്തിൽ നിഷേധികളായ ആളുകൾ ഇങ്ങനെ ആ തീയിൽ ഇങ്ങനെ വെന്തുരുകിക്കൊണ്ടിരിക്കുമ്പോൾ, ആ നരകത്തിൽ അവരിങ്ങനെ കൈമേൽ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവർ പറയും, യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ, അവരുടെ മുഖങ്ങൾ നരകത്തിൽ ഇങ്ങനെ കീഴ്മേൽ മറയുന്ന സമയത്ത് അവർ പറയും, യഖൂലൂന യാ ലൈതനാ അതഅനല്ലാഹ വഅതഅനർ റസൂല, ഞങ്ങളുടെ നാശമേ, ഞങ്ങൾ അല്ലാഹുവേയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. വഖാലൂ റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ ഫഅദല്ലൂനസ് സബീലാ. റബ്ബേ, ഞങ്ങൾ ഞങ്ങളുടെ പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും ഒക്കെ അനുസരിച്ചു പോയി. അങ്ങനെ അവർ ഞങ്ങളെ പിഴപ്പിക്കുകയാണ് ചെയ്തത്. ദുനിയാവിൽ വെച്ച് അള്ളാഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു എന്ന് പറഞ്ഞ് ഖുർആനും സുന്നത്തും കൃത്യമായി കേൾപ്പിക്കപ്പെടുമ്പോൾ ഞങ്ങൾ ഇന്ന ഉസ്താദ് അത് പറഞ്ഞ്, ഞങ്ങളുടെ മഹലിലെ കാലി ഇങ്ങനെയാണ് പറയണത് എന്നൊക്കെ പറഞ്ഞ് എതിർക്കുന്നവർ പരലോകത്ത് വെച്ച് പറയും, യാ ലൈതനാ അതഅനല്ലാഹ വഅതഅനർ റസൂല, ഞങ്ങളുടെ നാശമേ, ഞങ്ങൾ അല്ലാഹുവേയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അതുകൊണ്ട് അവർ പറയുന്നൊരു വാക്കെന്താ, റബ്ബനാ ആതിഹിം ളിഅഫൈനി മിനൽ അദാബ്. റബ്ബേ, ഈ നേതാക്കന്മാർക്കും പുരോഹിതന്മാർക്കൊക്കെ നീ ഇരട്ടി ശിക്ഷ നൽകണേ. വൽ അൻഹും ലഅനൻ കബീറ, അല്ലാഹുവേ നീ അവരെ ശപിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്, അവർക്ക് ശാപമേൽപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ നരകത്തിൽ വെച്ച് അവർ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുമെന്നാണ് സൂറത്തുൽ അഹ്സാബിൻ്റെ 66 മുതൽ 68 വരെയുള്ള ആയത്ത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടത് അനുസരിക്കപ്പെടാൻ വേണ്ടിയാണ്. ഒരിക്കലും നബിയെ ധിക്കരിക്കുന്ന ആളുകളായി നമ്മൾ മാറരുത്. അള്ളാഹു തആല നമ്മെ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുവെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ചാലുള്ള ചില അപകടങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നവർക്കുള്ള ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ അത് കാരണമായി തീരുമെന്നതാണ്. വഅതീഉല്ലാഹ വർ-റസൂല ലഅല്ലക്കും തുർഹമൂൻ. നിങ്ങൾ അള്ളാഹുവേയും അവൻ്റെ ദൂതനെയും അനുസരിക്കുക, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. വഅഖീമുസ്സലാത്ത വആതുസ്സകാത്ത വഅതീഉർ-റസൂല ലഅല്ലക്കും തുർഹമൂൻ. നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് കൃത്യമായി നൽകുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുകയും ചെയ്യുക, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. യഥാക്രമം സൂറത്തു ആല ഇമ്രാനിൻ്റെ 132-ാമത്തെയും സൂറത്തു നൂറിൻ്റെ 56-ാമത്തെയും ആയത്താണ്. യഥാർത്ഥ വിജയം ലഭിക്കണമെങ്കിൽ, പരലോക വിജയമാണ് യഥാർത്ഥ വിജയം, അത് ലഭിക്കണമെങ്കിൽ നബി അനുസരിക്കണം. വമൻ യുതിഇല്ലാഹ വർ-റസൂല, അല്ലാഹു തആല പറയും, വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമ. ആരെങ്കിലും അല്ലാഹുവേയും അവൻ്റെ ദൂതനെയും അനുസരിക്കുന്നുവെങ്കിൽ അവൻ വമ്പിച്ച വിജയമാണ് കരസ്ഥമാക്കിയത് എന്നാണ്. അതുപോലെ തന്നെ അള്ളാഹിൻ്റെ സ്നേഹം ലഭിക്കണോ? അള്ളാഹു നമ്മെ സ്നേഹിച്ചാൽ അതാണ് ഏറ്റവും വലിയ തൗഫീഖ് എന്ന് പറയുന്നത്. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയും, ഇന്ന അടിമയെ അള്ളാഹ് സ്നേഹിച്ചിട്ടുണ്ട് എന്ന് പറയും. പിന്നെ ആ മലക്ക് ആകാശ ലോകത്ത് വിളിച്ച് പറയും, ഇന്നാലിന്ന വ്യക്തിയെ അള്ളാഹ് സ്നേഹിച്ചിട്ടുണ്ട് എന്ന് പറയും. ഭൂമിയിൽ അയാൾക്കൊരു സ്വീകാര്യത ലഭിക്കും. അള്ളാഹുവിൻ്റെ മഹബത്ത് കരസ്ഥമാക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താണ്? നബിയെ പിൻപറ്റുക. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നബിയെ പറയുക, നിങ്ങൾ അള്ളാഹനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം. എന്നെ നിങ്ങൾ പിൻപറ്റിയാൽ അള്ളാഹ് നിങ്ങളെ സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. സുന്നത്ത് പിൻപറ്റുന്നവർക്ക് അള്ളാഹ് മഗ്ഫിറത്ത് നൽകും. സൂറത്തു ആല ഇമ്രാനിൻ്റെ 31-ാമത്തെ ആയത്താണ്. അതുപോലെ തന്നെ സന്മാർഗം ലഭിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. ഇല്ലെങ്കിൽ നമ്മൾ ളലാലത്തിലാക്ക പോവുക. വത്തബിഊഹു ലഅല്ലക്കും തഹ്തദൂൻ. അള്ളാഹു പറയും, നിങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റുക, നിങ്ങൾക്ക് നേർമാർഗം ലഭിക്കുമെന്നാണ്. ഏറ്റവും ഉപരി സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ആരാണ്? നബിയെ പിൻപറ്റുന്നവരാണ്. നബി പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽ എല്ലാവരും സ്വർഗത്തിൽ പോകും, ഇല്ലാമൻ അബാ, വിസമ്മതിച്ചവർ ഒഴികെ. സ്വഹാബിമാർ ചോദിച്ചു, നബിയെ ആരാണ് വിസമ്മതിച്ചവർ? നബി പറഞ്ഞു, ആരാണോ എന്നെ പിൻപറ്റുന്നവർ അവൻ സ്വർഗത്തിലാണ്, എന്നെ ആരാണോ ധിക്കരിക്കുന്നത് അവനാണ് വിസമ്മതിച്ചവർ എന്നാണ്. അല്ലാഹു പറഞ്ഞു, വമൻ യുതിഇല്ലാഹ വറസൂലഹു യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ ദാലികൽ ഫൗസുൽ അലീം. ആരെങ്കിലും അല്ലാഹുവേയും റസൂലിനെയും അനുസരിക്കുന്നുവെങ്കിൽ അവരെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ പ്രവേശിപ്പിക്കും, അവരതിൽ നിത്യവാസികളായിരിക്കും. അതാകുന്നു മഹത്തായ വിജയം. സൂറത്തു നിസാഇൻ്റെ 13-ാമത്തെ ആയത്ത്. സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് മാത്രമല്ല, സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മറ്റു പ്രവാചകന്മാരുടെയും സാമീപ്യം ലഭിക്കാനും ഈ ഇത്തിബാ അല്ലെങ്കിൽ ഇതാഅത്ത്, ഈ അനുസരണം കാരണമായി തീരും. അള്ളാഹു പറയുന്നു, വമൻ യുതിഇല്ലാഹ വർ-റസൂല, വല്ലവനും അല്ലാഹുവേയും അവൻ്റെ ദൂതരെയും അനുസരിക്കുന്നുവെങ്കിൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവർ അല്ലാഹ് അനുഗ്രഹിച്ചവരുടെ കൂടെയാണ്. ആരാണവർ? മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ എന്നിവരുടെ കൂടെ സ്വർഗത്തിലായിരിക്കും. വഹസുന ഉലൈക റഫീഖ, അവർ എത്ര നല്ല കൂട്ടുകാരാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, സുന്നത്തിൻ്റെ ആളുകളായി നമ്മൾ ജീവിക്കുക. സുന്നത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ ചര്യ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അതിലേറ്റവും പ്രധാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് കസഫീനത്തി നൂഹ് അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാമിൻ്റെ കപ്പൽ പോലെയാണത്. ആ കപ്പലിൽ കയറിയാൽ രക്ഷപ്പെടും, ആ കപ്പലിൽ കയറിയിട്ടില്ലെങ്കിൽ മുക്കി നശിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്നാണ്. അതുകൊണ്ട് സുന്നത്തിൻ്റെ ആളുകളായി മാറുക. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.
നമ്മുടെ ഈ പള്ളിയിൽ വരുന്നൊരു സഹോദരിയുടെ ഉമ്മ വല്ലാത്ത പ്രയാസത്തിലാണ് രോഗത്തിൻ്റെ അവസ്ഥയിൽ എന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവർക്ക് സമ്പൂർണ്ണമായ ഷിഫായിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു തആല സമ്പൂർണ്ണമായ ഷിഫായിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ സാമ്പത്തികമായും ശാരീരികമായും സന്താനങ്ങളെ കൊണ്ടുമൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും സാലിഹ്യങ്ങളുടെയും കൂടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരിൽ അല്ലാഹു തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الشرك والمشركين آمين 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 برحمتك يا أرحم الراحمين. صلى الله على محمد وعلى آل محمد والحمد لله رب العالمين.